അവിടെ ക്വസ്റ്റ്യൻ ദ ലെങ്ത് ഓഫ് വി കാണാൻ പറഞ്ഞിട്ടുണ്ട്. ലെങ്ത് ഓഫ് വിനെ പറയണത് നോം വി ആണ്. അപ്പോൾ നോം വി കാണണമെന്ന് വെച്ചാൽ റൂട്ട് ഓഫ് ഇതിൻ്റെ എല്ലാത്തിൻ്റെ സ്ക്വയറും കൊണ്ട് ആഡ് ചെയ്യുക. അപ്പോൾ 0 സ്ക്വയർ -2 സ്ക്വയർ + 1 സ്ക്വയർ + 4 സ്ക്വയർ + -2 സ്ക്വയർ ഇതെല്ലാം ആഡ് ചെയ്യുക. റൂട്ട് ഓഫ് 25 കാണാം, 5 കാണാം. ഇനി യൂണിറ്റ് വെക്റ്റർ കാണാൻ പറഞ്ഞിട്ടുണ്ട്. ഈ വെക്ടറിനെ നോം വി കൊണ്ട് ഡിവൈഡ് ചെയ്താൽ യൂണിറ്റ് വെക്റ്റർ കിട്ടും. പിന്നെ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 വെക്റ്റേഴ്സ് ഉണ്ട്. അതായത് ഡിസ്റ്റൻസ് കാണാനായിട്ട് ഉള്ള ഫോർമുല എന്ന് പറഞ്ഞാൽ DUV = നോം U - V. ആദ്യം U - V കാണാം. -1 -2 -4 -3 ഇത് എഴുതാം. എന്നിട്ട് നോം കാണാം. അപ്പോൾ നമുക്കിവിടെ -3 -7 കിട്ടും. എന്നിട്ട് റൂട്ട് ഓഫ് -3 സ്ക്വയർ -7 സ്ക്വയർ എഴുതാം. അപ്പോൾ നമുക്ക് റൂട്ട് ഓഫ് 58 കിട്ടി. അപ്പോൾ ഡിസ്റ്റൻസ് കാണുമ്പോൾ വെക്റ്റേഴ്സ് തമ്മിൽ മൈനസ് ചെയ്യുക. ഫസ്റ്റ് മൈനസ് ചെയ്യുക, സെക്കൻഡ് മൈനസ് ചെയ്തില്ലേ, എന്നിട്ട് അതിൻ്റെ റൂട്ട് കാണാം കേട്ടോ. ഇനി ഇതിൻ്റെ ഡോട്ട് പ്രൊഡക്റ്റ് കാണാനുണ്ട്. അതായത് ഡോട്ട് പ്രൊഡക്റ്റ് U.V കാണുമ്പോൾ 1 × 3 + 2 × -2 + 0 × 4 + -3 × 2 ഇങ്ങനെയാണ് ഡോട്ട് പ്രൊഡക്റ്റ് കാണാം. ഇനി കോഷീസ് സ്റ്റോസ് ഇനീക്വാളിറ്റി എന്ന് പറഞ്ഞാൽ മോഡുലസ് U.V <= നോം U നോം V എന്നാണ് വരിക. മോഡുലസ് ഇടാൻ കാരണം ഇവിടെ U.V എന്ന് വെച്ചാൽ സ്കെയിലാറാണ്. നോം യും വിയും വെക്റ്റേഴ്സാണ്. അതുകൊണ്ടാണ് ലെങ്ത്ത് കാണാനായിട്ട് ഇവിടെ നോം ഡിനോട്ട് ചെയ്യണം. അപ്പോൾ ആദ്യം U.V കാണാം. ഇത് വെരിഫൈ കോഷി സ്റ്റോസ് ഇനീക്വാളിറ്റി എന്ന് പറഞ്ഞാൽ യും വിയും തന്നിട്ടുണ്ട്. U.V കാണാം. 1 -1 3 2 0 -1. അപ്പോൾ 1 × 2 + -1 × 0 + 3 × -1 അങ്ങനെ കാണാം. എന്നിട്ട് അതിൻ്റെ ഇത് കാണാൻ മറക്കരുത് കേട്ടോ. മോഡുലസ് U.V കാണാം, 1 കിട്ടും. ഇനി നോം യും നോം വിയും കാണാം. നോം U എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ റൂട്ട് ഓഫ് 1 സ്ക്വയർ + -1 സ്ക്വയർ + 3 സ്ക്വയർ കണ്ടോ, ഇൻറ്റു നോം വി എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 സ്ക്വയർ + 0 -1 അതിൻ്റെ റൂട്ട്. ഇതിൻ്റെ രണ്ടിൻ്റെ റൂട്ട് ഇട്ട് മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടും. അപ്പോൾ ഇതിൽ നിന്ന് 1നേക്കാളും ലെസ് ദാൻ ആയിരിക്കും നോം 1 ആയിരിക്കും ലെസ് ദാൻ റൂട്ട് ഓഫ് U. അതായത് U.V മോഡുലസ് U.V <= നോം U നോം V ആണ്. 1 ലെസ് ദാൻ അല്ലേ റൂട്ട് ഓഫ് 55നേക്കാളും. അപ്പോൾ അങ്ങനെ എഴുതാം. ഇനി ഇവിടെ ആംഗിൾ കാണാനുണ്ട്. അതേപോലെ തന്നെ ആംഗിൾ കാണാനുള്ള ഫോർമുല എന്ന് വെച്ചാൽ ഡോട്ട് പ്രൊഡക്റ്റ് U.V / നോം U നോം V എന്നാണ്. ഇനി ഇന്നർ പ്രൊഡക്റ്റ് തന്നിട്ട് അത് കാണാനുണ്ടാവും. ആംഗിൾ കാണാൻ ഡോട്ട് പ്രൊഡക്റ്റിലും ഉണ്ട് കേട്ടോ. അത് അല്ലാതെ ഇന്നർ പ്രൊഡക്റ്റും ഉണ്ട്. ഇന്നർ പ്രൊഡക്റ്റിൽ ഡിഫൈൻ ചെയ്താൽ അത് വെച്ചിട്ട് വേണം കാണാനായിട്ട്. അപ്പോൾ ഇവിടെ ഡോട്ട് പ്രൊഡക്റ്റിലുള്ള ആംഗിൾ കാണാനുള്ളത് നോക്കാം. ഫൈൻഡ് ആംഗിൾ ബിറ്റ്വീൻ U and V. അപ്പോൾ ആംഗിൾ കാണാനുള്ള ഡോട്ട് പ്രൊഡക്റ്റിലെ ഫോർമുല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ cos θ = U.V / നോം U നോം V. അപ്പോൾ U.V ആദ്യം കാണാം, അറിയാലോ, -V 4 × 2 + 0 × അങ്ങനെ കാണാം. അത് കഴിയുമ്പോൾ നമുക്ക് ആൻസർ കിട്ടും. അത് കഴിഞ്ഞിട്ട് നോം U കാണാം. നോം U എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൂട്ട് ഓഫ് ഇതിൻ്റെ സ്ക്വയർ + 0 സ്ക്വയർ + 2 സ്ക്വയർ + -2 സ്ക്വയർ ഇത് കിട്ടും. അത് 2√6 കിട്ടി. നോം V കാണാം. നോം V എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 സ്ക്വയർ + 0 സ്ക്വയർ + -1 സ്ക്വയർ + 1 സ്ക്വയർ അതിൻ്റെ റൂട്ട് കാണാം. എന്നിട്ട് -12 ഇത് കാണാം. നോം Uവും നോം Vയും ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. കഴിയുമ്പോൾ -1 കിട്ടും. തീറ്റ എന്ന് പറയുന്നത് കോസ് ഇൻവേഴ്സ് -1 എടുക്കുക. അത് പൈ ആണ്. ഇങ്ങനെയാണ് ഡോട്ട് പ്രൊഡക്റ്റിൽ ആംഗിൾ കാണാം. രണ്ടും പഠിക്കണം കേട്ടോ. അല്ലാതെ ഇന്നർ പ്രൊഡക്റ്റിൽ ആംഗിൾ ഉണ്ട്. ഇന്നർ പ്രൊഡക്റ്റിൽ ആംഗിൾ എന്ന് പറഞ്ഞാൽ U.Vക്ക് പകരം നമ്മൾ ഇന്നർ പ്രൊഡക്റ്റ് U എന്ന് മാർക്ക് ചെയ്യുക. നോം U നോം V. ഇവിടെ ഈ ഇത് വെച്ചിട്ട് വേണം, ഇന്നർ പ്രൊഡക്റ്റ് വെച്ചിട്ട് വേണം നമുക്ക് U.V കാണാം. ഇതിങ്ങനെ ഇന്നർ പ്രൊഡക്റ്റ് ഇങ്ങനെ ഡിഫൈൻ ചെയ്തിട്ടില്ല എങ്കിൽ നമ്മൾ U.V കണ്ടാൽ മതി ആംഗിൾ കാണുമ്പോൾ. അപ്പോൾ ഇവിടെ U.V എന്ന് പറഞ്ഞാൽ ഇന്നർ പ്രൊഡക്റ്റ് U.V എന്ന് പറഞ്ഞാൽ യുവിൻ്റെയും വിയുടെയും ഫസ്റ്റ് എലമെൻറ്റ്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാം. U1 × V1. U1 × V1 ആണ് കേട്ടോ ഇവിടെ. U1 × V1 + U2 × V2 + 3V3 ഇങ്ങനെയാണ് ഇതിൻ്റെ ഇന്നർ പ്രൊഡക്റ്റ് ഡിഫൈൻ ചെയ്താക്കണം. അപ്പോൾ യുവും വിയും എഴുതാം. U എന്താണ് 0 1 - 2, V 3 - 2. അപ്പോൾ U1 × V1 എന്ന് പറഞ്ഞാൽ 0 × 3 +
2 ഇൻറ്റു u2 ഇൻറ്റു v2 എന്ന് പറഞ്ഞാൽ 2 ഇൻറ്റു 1 ഇൻറ്റു -2. അടുത്തത് പ്ലസ് 3 ഇൻറ്റു u3 v3 എന്ന് പറഞ്ഞാൽ -2 ഇൻറ്റു 3 ഇൻറ്റു -2 ഇൻറ്റു 1, 3 ഇൻറ്റു u3 -2 ഇൻറ്റു v3 എന്ന് പറഞ്ഞാൽ 1. അത് വെച്ചാണ് ഇത് വെച്ചാണ് കേട്ടോ ഡിഫൈൻ ചെയ്താക്കണേ. അപ്പോൾ അത് ചെയ്യുമ്പോൾ -10 കിട്ടി. ഇനി നോം യു എന്ന് പറഞ്ഞാൽ റൂട്ട് ഓഫ് ഇന്നർ പ്രൊഡക്റ്റ് u, v ആണ്. അത് ഇന്നർ പ്രൊഡക്റ്റിൻ്റെ ഡെഫിനിഷൻ ഉണ്ട്, അത് വെച്ച് നോക്കുക. എന്നിട്ട് യു വി ഇതേപോലെ ചെയ്യാം, ഇത് ഡിഫൈൻ ചെയ്താക്കണ പോലെ ചെയ്യാം. യു എന്ന് പറഞ്ഞാൽ ഇതല്ലേ, അപ്പം ആദ്യത്തെ തന്നെ 0 ഇൻറ്റു 0 പ്ലസ് 2 ഇൻറ്റു 1 ഇൻറ്റു 1 പ്ലസ് 3 ഇൻറ്റു -2 ഇൻറ്റു 2, 2 വെക്ടർ ഒന്ന് തന്നെയല്ലേ, അതേപോലെ ചെയ്യാം. ഇനി വി എന്ന് പറഞ്ഞാൽ 3 - 2 1 അല്ലേ, നോം വി എന്ന് പറഞ്ഞാൽ ഇത് വി ആണ്. അപ്പോൾ ഇവിടെ റൂട്ട് ഓഫ് 3 സ്ക്വയർ 3 ഇൻറ്റു 3 സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു -2 ഇൻറ്റു -2 പ്ലസ് 3 ഇൻറ്റു 1 ഇൻറ്റു 1 സ്ക്വയർ. ഇത് വെച്ചാണ് കേട്ടോ ഇത് ചെയ്യണത്. നേരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, ഇങ്ങനെ വന്നു. ഇതേപോലെ നേരത്തെ ഡോട്ട് പ്രൊഡക്റ്റ് പറഞ്ഞ എല്ലാനും ഇതേപോലെ നമ്മൾ ഇന്നർ പ്രൊഡക്റ്റിൽ ചെയ്യുമ്പോൾ ഇന്നർ പ്രൊഡക്റ്റിൽ ഡിഫൈൻ ചെയ്താക്കണ പോലെ ചെയ്യാം. നേരത്തെ ഡിസ്റ്റൻസ് പറഞ്ഞില്ലേ, ഡിസ്റ്റൻസ് ബിറ്റ്വീൻ വി. അപ്പോൾ ഇവിടെ ഇന്നർ പ്രൊഡക്റ്റ് ഇങ്ങനെയാണ് വന്നത്. അപ്പോൾ ഡി യു എന്ന് പറഞ്ഞാൽ നോം യു മൈനസ് വി ആണ്. നോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നർ പ്രൊഡക്റ്റിൽ റൂട്ട് ഓഫ് യു മൈനസ് വി എന്നാണ്. അപ്പോൾ ഇത് അതേപോലെ തന്നെ ചെയ്യാം.